വേണു എന്തായാലും ഏറെക്കാലം വി എസിനൊപ്പം നടന്ന വി എസിന്റെ ഒപ്പം കിടന്നുറങ്ങിയ ആൾ സുരേഷാണ്. സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. സുരേഷേട്ടാ, കുറേ കാലമായി താങ്കൾ വി എസിനൊപ്പമായിരുന്നു. വി എസിന്റെ ഒരു സന്തത സഹചാരി ആയി കാലങ്ങളായി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവസാനം വി എസിനെ ഓർത്തെടുക്കുന്നത്? അല്ല, എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് പറയാൻ വാക്കുകൾ, ഞാൻ അശക്തനാണ്. വി എസ് ഒരു രക്ഷകർത്താവായിരുന്നു. എന്നെപ്പോലെ 10,000-കണക്കിന് ആൾക്കാർക്ക് വി എസ് ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് വ്യക്തിപരമായിട്ട്. ഈ ആശുപത്രി കിടന്ന ഒരു മാസമായിട്ടും വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് രക്തസമ്മർദ്ദത്തിൽ ചെറിയൊരു വ്യതിയാനം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ആയതും വി എസ് നമ്മെ വിട്ട് പിരിഞ്ഞതും. വി എസ് നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന് വിശ്വസിക്കാൻ ആവാത്ത അവസ്ഥയിലാണ് ഉള്ളത് സത്യത്തിൽ. നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ SUT ആശുപത്രി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും ഒന്ന് തിരിച്ചുവരവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും തിരിച്ചുവരും. ഇടയ്ക്ക് വി എസ് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. അതിനുശേഷം വി എസ് തിരിച്ചുവരും. കാരണം വി എസ് ഒരു പോരാളിയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വി എസ് മരിച്ചെന്ന് കരുതി വി എസിനെ ചാക്കിൽ ഉപേക്ഷിച്ച പോലീസ് തിരിച്ച് വി എസ് ജീവിച്ചു വന്നതാണ്. അതുപോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് കേരളത്തിൻ്റെ ഒരു പോരാളിയാണ്, ഇന്ത്യയുടെ ഒരു പോരാളിയാണ്. ആ നിലയ്ക്ക് വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്.